മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഗായിക തന്നെയാണ് ആവണി. പ്രേക്ഷകർക്ക് അങ്ങനെ മറക്കാനൊന്നും സാധിക്കില്ല. ആവണിയെ കുറച്ചു നാളായി കാണുന്നില്ലല്ലോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ചോദിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ആവണിക്കുട്ടി ഇത്രയും നാളും ഒരു ചെറിയ ചുമയുടെ പിടിയിലായിരുന്നു എന്നാണ് പറയുന്നത്. 5 വയസ്സ് മുതൽ തന്നെ പാട്ട് പഠിക്കാൻ തുടങ്ങിയ ആവണി ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമാണ്. സകല പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന ഭൂമിയുടെ മറ്റൊരു പേരാണ് ആവണി എന്ന് തന്നെ പറയാം. അവ്നി എന്നാണ് ശരിക്കുമുള്ള പേര്. ആവണി എന്നാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ മാറി വിളിക്കുന്നത്. കുറച്ചധികം ദിവസങ്ങളായി എന്നെ കാണാത്തതിൽ പ്രേക്ഷകർ അന്വേഷിച്ചു വരുന്നുണ്ടായിരുന്നു. എനിക്ക് ചെറിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഞാൻ ആ ഹെൽത്ത് പ്രോബ്ലംസിലൂടെ കടന്നു പോവുകയായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ കാണാനോ കഴിയാത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചുമ, ആ ചുമയാണ് എൻ്റെ എനർജി മുഴുവൻ എടുത്തത്. എൻ്റെ ഡോക്ടർ എന്നോട് ബെഡ് റെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒന്നും പാടാനോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബെഡ് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓക്കെ ആയിട്ടില്ല, പക്ഷെ ഓക്കെ ആകും. ഇത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. അത് മാത്രമേ എനിക്കിതിലൂടെ കാണിക്കാൻ സാധിക്കൂ. ഞാൻ എന്തായാലും ഓക്കെ ആകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഞാൻ തിരികെ വരും എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴെന്തായാലും എനിക്കിതിനുള്ള സമയം വേണമെന്നാണ് ആവണി പറയുന്നത്. എന്നാൽ ഞങ്ങൾ ഭയന്നുപോയി എന്നും ഒരിക്കൽ വയ്യാതായതല്ലേ എന്നും വീണ്ടും വയ്യാതാകുമോ എന്നായിരുന്നു ഞങ്ങളുടെ ഭയമെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. പാറിപ്പറന്ന് നടക്കേണ്ട കാലത്ത് തന്നെ വരിഞ്ഞു മുറുക്കിയ ക്യാൻസറിനെ അതിജീവിച്ച ഒരു 16-കാരിയുടെ പേരും അതുതന്നെയാണെന്ന് പറയാം. രോഗക്കിടക്കയിൽ കാട്ടിയ നിശ്ചയദാർഢ്യവും സംഗീതത്തോടുള്ള അളവില്ലാത്ത ഇഷ്ടവുമാണ് പ്രതിസന്ധികളെ മറികടക്കാൻ ഈ കൊച്ചുമിടുക്കിക്ക് കരുത്തേകിയത്. റിയാലിറ്റി ഷോയിലൂടെയാണ് ആവണിയും പാട്ടും പോരാട്ടവും കേരളം അറിഞ്ഞത്. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളിൽ തളർന്നു പോകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് പഠിക്കാൻ ഏറെയുള്ള ആവണിയിൽ നിന്നാണെന്ന് പറയാം. 4.5 വർഷത്തോളം നീണ്ട പോരാട്ടത്തിൻ്റെ കഥ ആവണി ഇനി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 5 വയസ്സ് മുതൽ തന്നെ പാട്ട് പഠിക്കാൻ തുടങ്ങിയിരുന്നു. 1-ാം ക്ലാസ്സിൽ ചേർത്തതോടെ സ്കൂളിലെ കലാമത്സരങ്ങളിലും പങ്കെടുത്തു തുടങ്ങിയിരുന്നു. 1-2 ഇനങ്ങളിൽ ഒതുങ്ങാതെ ഓടി നടന്ന് മത്സരിച്ച് പറയുകയായിരുന്നു. മലയാളം പദ്യം ചൊല്ലൽ, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട് തുടങ്ങിയവയിൽ സ്ഥിരം സാന്നിധ്യമായി മാറുകയും ചെയ്തിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയ സംഗീതത്തിൽ മാത്രം മത്സരിക്കാൻ വീണ്ടും കാത്തിരുന്നു. 5-ാം ക്ലാസ് മുതൽ ശാസ്ത്രീയ സംഗീത മത്സരങ്ങളിൽ പങ്കാളിയായി. എല്ലാ തവണയും ജില്ലാതല മത്സരങ്ങളിൽ 1-ാം സ്ഥാനം ഉറപ്പായിരുന്നു. അന്നൊക്കെ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കാനെത്തിയ വലിയ സ്വപ്നമായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 8-ാം ക്ലാസ്സിലെത്തുന്നതോടെ ആഗ്രഹം സഫലമായി. പക്ഷെ വിധി മറ്റൊന്നായി. 8-ാം ക്ലാസ് പിന്നിട്ടതോടെ തന്നെ ക്ഷണിക്കാത്തൊരു അതിഥി കടന്നെത്തി. കലോത്സവ ചിന്തകൾക്കപ്പുറം ജീവിതത്തിലെ ആദ്യ റിയാലിറ്റി ഷോ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആവേശത്തിലായിരുന്നു അവനി. അന്ന് ഓഡീഷൻ ജയിച്ച് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. പുതിയൊരു പാട്ട് പഠിക്കുന്നതിനിടെ ഒരു ശ്വാസതടസ്സമെത്തി. ആദ്യം അവഗണിച്ചെങ്കിലും ഒറ്റ ശ്വാസത്തിൽ പാടി ശീലിച്ച പാട്ടുകൾ പോലും മുഴുപ്പിക്കാനാവാതെ ബുദ്ധിമുട്ടി. പിന്നെ അമ്മയും അച്ഛനും മറ്റൊന്നും ആലോചിച്ചില്ല. നേരെ ആശുപത്രിയിൽ പോയി. ക്യാൻസർ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.